ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. അങ്ങനെ ഞാൻ കണ്ടു നമ്മുടെ ഡിയാസ് ഈരെ, രാഹുൽ സദാശിവൻ ഡയറക്ട് ചെയ്ത ഡിയാസ് ഈരെ, പ്രണവ് മോഹൻലാൽ അഭിനയിച്ച ഡിയാസ് ഈരെ. ഓക്കെ, അപ്പോൾ ഇതൊരു റിവ്യൂ ആയിട്ട് നടക്കാൻ കേട്ടോ. ഇത് എൻ്റെ ഒരു ഒപ്പീനിയൻ, എനിക്കെന്താ മനസ്സിലായി അല്ലെങ്കിൽ ഞാൻ എന്താണ് പടത്തിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ രാഹുൽ സദാശിവൻ ഡയറക്ട് ചെയ്ത ഭൂതകാലവും പിന്നെ ഈ പറഞ്ഞ ബ്രഹ്മയുഗവും ഇതൊക്കെയാണ് പൊതുവെ അറിയുന്നത്. പക്ഷേ അദ്ദേഹം ഒരു പടം ചെയ്തിട്ടുണ്ട്. റെഡ് ട്രെയിൻ എന്ന് പറയുന്ന മൂവി ചെയ്തിട്ടുണ്ട്. 2013 അദ്ദേഹം ആ പടം ചെയ്യുന്നത് കേട്ടോ. അന്ന് പക്ഷേ അത് മനസ്സിലാക്കാനുള്ള ബോധമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇന്നത് കാലത്തിനും മീതെ സഞ്ചരിച്ചൊരു മൂവിയാണ് റെഡ് ട്രെയിൻ. അവിടെ കിട്ടെ. അപ്പോൾ ഞാൻ ഈ ഡിയാസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഭൂതകാലം കണ്ട ഒരു ഇതും പിന്നെ ബ്രഹ്മയോഗവും തമ്മിലുള്ള ഒരു ഇതും മനസ്സിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മൂവി ഇങ്ങനെ ആയിരിക്കും എന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഞാൻ പോയത് കേട്ടോ. വേറെ എക്സ്പെക്ടേഷനോ അല്ലെങ്കിൽ വേറെ റിവ്യൂസോ അല്ലെങ്കിൽ വേറെ തിയേറ്റർ റെസ്പോൺസ് ഒന്നും കാണാണ്ട് തന്നെ ഞാൻ പോയൊരു പടമാണ് ഡിയാസിയുടെ. അപ്പോൾ ഇങ്ങനെ പോയപ്പോൾ തിയേറ്ററിൽ തുടക്കത്തിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റോളം എനിക്ക് ബാഡ് അടിച്ചു. ബാഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറിറ്റേഷൻ ആയിരുന്നു. സിനിമയുടെ സ്ക്രിപ്റ്റിലോ അല്ലെങ്കിൽ സിനിമയുടെ മേക്കിങ്ങിലോ അല്ല, ഈ അടുത്തിരിക്കുന്ന ആള് ഈ മൊബൈലിൽ നോണ്ടിരിക്കുക. നമുക്ക് പറയുന്നൊരു പരിധിയാണ്. കാരണം അയാൾ പൈസ കൊടുത്ത് കയറിയാണ്, നമ്മൾ പൈസ കൊടുത്ത് കയറിയാണ്. എനിക്ക് പറയണമെന്നുണ്ട്. എന്തോ ഭയത്തിനൊരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ഫോൺ എടുത്ത് വെച്ചു. പിന്നെ അത്ര വലിയ ഇറിറ്റേഷൻ ആയിരുന്നില്ല, കാരണം അദ്ദേഹം ബ്രൈറ്റ്നസ് നന്നായിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ സ്ക്രീനിലോട്ട് നോക്കുമ്പോൾ ഇവരിത് യൂസ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ഞാൻ ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് നോക്കി, അങ്ങനെ ഇരുന്നിട്ടാണ് ഒരു അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം പടം കാണാൻ പോകുന്നവരടുത്ത് പ്രത്യേകിച്ച് പറയണം, നിങ്ങൾ ഓൾറെഡി ഭൂതകാലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ലോ സ്പേസിലാണ് പടം പോകുന്നത്. പടം ഫുൾ സ്ലോ സ്പേസ് ആണ്. അത് ഞാൻ ഇപ്പോഴും പറയുന്നു. ചിലർക്ക് അത് ബോറടിക്കാം, ചിലർക്ക് അത് ഇഷ്ടപ്പെടാതിരിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വളർന്നു പറഞ്ഞാൽ സീറ്റിൻ്റെ അവിടെ ചാടി എഴുന്നേറ്റൊക്കെ വന്ന് അല്ലെങ്കിൽ സ്ക്രീനിൽ നിന്ന് അവിടെ നിന്നുള്ള ചാടി വന്നു അങ്ങനത്തെ സെറ്റപ്പുകളൊന്നും ഇല്ല ഒന്നാമതാരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് സിനിമയിൽ. ഈ ഒരു സിനിമയിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്നുമില്ല. ഇതിൻ്റെ അകത്ത് സൗണ്ട് എഫക്റ്റ് പട്ടക്കം സാധനം അതിൻ്റെ അകത്ത് ചെയ്യുന്നത്. സൗണ്ട് എഫക്റ്റ് നല്ല രീതിയിൽ ക്രിസ്റ്റോസ് സേവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സൂപ്പർ. പിന്നെ ഇതിൻ്റെ DOP ചെയ്തതാരാണ് എനിക്കറിയത്തില്ല കേട്ടോ, അതെനിക്കൊരു ഡൗട്ടുണ്ട്. ഫോട്ടോഗ്രഫി ഷെഹനാദ് ജലാൽ, അതാണ് പുള്ളിയാണ്. ഷെഹനാദ് ജലാൽ അങ്ങനെ തോന്നുന്നു. പുള്ളിയാണ് ഈ പടത്തിൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഫ്രെയിംസൊക്കെ കിട്ടുന്ന ഫ്രെയിംസ് ആണ് കേട്ടോ. ആ ഒരു വീടും നമ്മൾ കണ്ടുവരുന്ന ടിപ്പിക്കൽ വീടല്ലായിരുന്നു. ഹൊറർ ബേസ്ഡ് ആയിട്ടുള്ള ടിപ്പിക്കൽ എല്ലാ സിനിമയിലും കാണുന്ന ഹൊറർ ബേസ്ഡ് ആയിട്ടുള്ളൊരു വീടല്ലായിരുന്നു അത്. കാടൊക്കെ പിടിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ ഒരു മന പോലെ, അല്ലെങ്കിൽ ഒരു ഓടിട്ട് വീട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് പൊതുവെ കണ്ടുവരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഭൂതകാലവും പിന്നെ ഇപ്പോൾ ഈ പടത്തിനുമാണ് വീടിനൊരു ഡിഫറൻസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പഴയ പടമൊന്നുമല്ല, എനിക്ക് തോന്നുന്നു ജയറാമിൻ്റെ ഒരു ഹൊറർ മൂവിയിലൊക്കെ ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ള വീട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം കമ്പാരിസൺ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ അത് കാണിച്ചിരിക്കുന്ന വീട് ഒരു ബടാ വീട്, അതും സ്പേസ് ഭയങ്കരമായിട്ട് സ്പേസസ് കാണിക്കുന്നുണ്ട്. ഓരോ ഫ്രെയിമിൻ്റെ അകത്തും ആ ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്തിട്ടാണ് കൂടുതൽ നിൽക്കുന്നത്. എന്നാൽ അതിൻ്റെ അത് കുറേ എലമെന്റ് ഉണ്ട് താനും, എന്നാൽ ക്യാരക്ടറിന് കൃത്യമായിട്ട് ഫോക്കസ് കിട്ടുന്നുണ്ട് ആ വീട്ടിൽ. അങ്ങനത്തെ ഒരു സെറ്റായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എടുത്ത് പറയേണ്ടത് എഡിറ്റിംഗ് കൊള്ളാമായിരുന്നു. നമുക്ക് സൗണ്ട് നന്നായിട്ട് നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. തിയേറ്ററിൽ നമ്മൾ പടം തുടങ്ങി ഒരു സ്ലോ സ്പേസിൽ പടം തുടങ്ങുമ്പോഴും നമ്മളെ ഹുക്ക് ചെയ്ത് നിർത്തുന്ന സൗണ്ടാണ്. അതിൽ ചെയ്തിരിക്കുന്ന സൗണ്ട് മിക്സിങ് സൂപ്പർ. അതിലാണ് ഹുക്കായി കഴിഞ്ഞാൽ പിന്നെ ത്രൂ ഔട്ട് നമ്മളെ പടത്തിലങ്ങനെ ഇരുന്ന് പോകും. അതാണ് ഈ പടത്തിലെ ഒരു മെയിൻ ഘടകം. പിന്നെ പടം കണ്ട് 3.25 മണിക്കൂറുള്ളൂ, പെട്ടെന്ന് പടം തീർന്നു. എന്നാൽ അത് തന്നെ നന്നായി. കാരണം ഓൾറെഡി ഇതിൽ കുറേ അടിച്ചിൽ പടം വലിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിച്ച് ഓരോ ഫ്രെയിംസ് ഒക്കെ കാണിച്ച് പോകുമ്പോൾ ഭയങ്കര സൈലൻ്റായിട്ട് പടം പോകുന്നത്. അതെല്ലാവർക്കും ദഹിക്കണമെന്നില്ല, ഒന്നാമത്തെ കാര്യം അത് മനസ്സിലാക്കുക. പക്ഷെ എനിക്ക് ഓക്കെ ആയിരുന്നു, എനിക്കത് മനസ്സിലായത് ഹുക്ക് ചെയ്തിട്ടാണെന്നുള്ളൊരു എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെ ആ ഒരു ഫോർമാറ്റിൽ തന്നെ ഇരുന്നു. ഞാനിപ്പോൾ ഓൾറെഡി ഭൂതകാലമൊക്കെ കണ്ടിരിക്കുന്ന കാരണം നമുക്കറിയാം ഈ പടം ഇങ്ങനെ പോകുന്നതെന്നുള്ളത്. ഓൾറെഡി ആ ഒരു മെൻറ്റാലിറ്റി ഇരുന്നാലും നമ്മൾ ക്ലിയർ ആയിട്ട് ആ പടത്തിൽ ബ്ലെൻഡായി. അങ്ങനെ പടം പോയി, ക്ലൈമാക്സ് ഒക്കെ എത്തി. പെട്ടെന്നാണ് പടം തീർന്നു. ക്ലൈമാക്സ് ഒക്കെ പെട്ടെന്ന് തീർന്നു. വലിയ ഉദ്യോഗജനകമായിട്ടുള്ള വികാസങ്ങളൊന്നുമില്ല. പിന്നെ ഉള്ള ഒരു സീൻ ഉണ്ടല്ലോ, തിയേറ്റർ മൊത്തം വണ്ടടിച്ചു പോയി. ആ ഒരൊറ്റ സീൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ, ലിറ്ററലി നമ്മളത് വേറെ പ്രേതത്തിനെ കണ്ട് പേടിച്ചില്ലെങ്കിലും ആ ഒരൊറ്റ സീനിൽ നമ്മൾ കിടുങ്ങി പോകും. ഒരു വീഴുന്ന സീൻ അത്ര പറയുന്നുള്ളൂ, വേറെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഒരു വീഴുന്ന സീൻ അത്ര ഉള്ളൂ. കണ്ടവർക്കറിയാം ആ സീൻ എന്താണെന്നുള്ളത്. എൻ്റെ അമ്മ അത് കാണിച്ചിരിക്കുന്ന രീതിയിലോ തിയേറ്റർ മൊത്തത്തിൽ ആ ഒരു സീൻ വന്നപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ എല്ലായിടത്തും വന്നു. അത് കിട്ടുന്ന സംഭവമായിരുന്നു. അത് ചെയ്തത് ആരാണെന്നുള്ളത് ഐഡിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ആർട്ട് വർക്കും ആ ഒരു സംഭവങ്ങളൊക്കെ ചെയ്ത് ചെയ്യുന്ന ആരാധന ഐഡിയ ഇല്ല. സൂപ്പർ ഹാറ്റ്സ് ഓഫ് യു. അപ്പോൾ ഈ ഒരു സ്ലോ പാറ്റേൺ ആണ് ചിത്രം. പിന്നെ പ്രേക്ഷകരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു പടം കാണുമ്പോൾ ഹൊറർ ബേസ്ഡ് ആയിട്ടുള്ള സിനിമകളോ അല്ലെങ്കിൽ സ്ലോ സ്പേസ്ഡ് ആയിട്ടുള്ള സിനിമകൾ കാണാൻ പോകുമ്പോൾ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തിയേറ്ററിൽ അതൊന്ന് ഫുഡ് കഴിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. മാക്സിമം പ്ലീസ്, ഒരു റിക്വസ്റ്റ് ആയിട്ടാണ്. കാരണം നിങ്ങൾ കഴിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് തിന്നുന്ന ഇതുകൊണ്ടോ നമുക്കതല്ല, പടത്തിന് മൊത്തം ഒരു സൈലൻസിൽ ഫീൽഡിൽ നിൽക്കുമ്പോൾ അപ്പുറത്തിരുന്നുകൊണ്ട് ഈ ഒരു സൗണ്ടാണ് എങ്ങനെ ഇരിക്കും. ഞാൻ ഒഴിക്കുന്നു തൊട്ടപ്പത്തിരിക്കുന്ന ആളുകൾ
ഈ ഒരു സംഭവം അവിടെ തിയേറ്ററിൻ്റെ അത് വേറെ സൈലൻസ് ആണ്, ഭയങ്കര പിൻ ഡ്രോപ്പ് സൈലൻ്റ് ഇരിക്കുന്ന സീനാണ്. ഇതിൻ്റെ ഇടയ്ക്കായിരിക്കും ഈ പുള്ളി ഇരുന്നുകൊണ്ട് ഈ തീറ്റ തിന്നുന്നതുകൊണ്ട് ഒരു പ്രശ്നമല്ല. നമ്മൾ തിയേറ്ററിനകത്ത് പാടുന്നതാണ് നല്ല രീതിയിൽ സൗണ്ട് കേൾക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അടിപൊളി മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സൗണ്ട് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യില്ല. കാരണം ഓൾറെഡി നമ്മളതിൽ ആ സൗണ്ട് നമുക്ക് ഓക്കെ ആയിട്ടിരിക്കണേ. ഇത് പിൻ ഡ്രോപ്പ് സൈലൻ്റ് ഇരിക്കുന്നതാണ് ഈ സൗണ്ട് വരുന്നത്. എങ്ങനെ കരി വരാണ്ടിരിക്കുന്നത് കാണുമ്പോൾ അതിനുള്ള ഈ ഇപ്പുറത്തെ കാണുന്ന മൊബൈലിൽ തോന്നരും. ദൈവത്തോർത്ത് നിങ്ങളൊരു ഹൊറർ മൂവി കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു സിനിമ കാണുമ്പോൾ ആ സിനിമയിൽ മെർജ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇങ്ങനത്തെ കുളിച്ചിലെ പ്രവർത്തികൾ മാക്സിമം മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക. ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ബ്രേക്ക് തരുന്നത്. നിങ്ങൾ ബ്രേക്ക് പോയി കഴിച്ചോ, ഒരു കുഴപ്പമില്ല. ഈ ഇത്ര മിനിറ്റ് ബ്രേക്ക് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇതിനെടുക്കാനാണ്. വെറുതെ മൂത്ര വെച്ചിട്ട് വരാൻ വേണ്ടി മാത്രമല്ല ബ്രേക്ക് വെച്ചിരിക്കുന്നത്. ഈ ബ്രേക്കിനെടുത്ത് നിങ്ങൾ എന്തും ചെയ്തു. ഇതിൻ്റെ അകത്ത് വന്ന് നമ്മൾ കഴിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നത്. നമ്മൾ കഴിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഒരു സൈലൻറ്റ് സീൻ വരുമ്പോൾ നമ്മൾ അതിൽ ഹുക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനുള്ള കാര്യമാണ്. പിന്നെ മൊബൈൽ തോണ്ടാണല്ലോ. നിങ്ങൾക്ക് മൊബൈൽ തോണ്ടണമെങ്കിൽ പുറത്ത് പോയതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യുകയാണെങ്കിൽ പുറത്തിരുന്ന് ചെയ്തോ. എന്തിനാണ് ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബ് ചെയ്യുന്നത്? എന്തിനാണ് ബാക്കിയുള്ളവർക്ക് പണി ഉണ്ടാക്കുന്നത്? എന്താ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത് മാക്സിമം എല്ലാ കാഴ്ചക്കാരോടും എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഈ പടം ഭയങ്കര സ്ലോ സ്പേസ് ആണ്. ഈ പടം ഗംഭീര പടമാണെന്നോ അല്ലെങ്കിൽ ഇതൊരു സൂപ്പർ ഹിറ്റ് പടമാണെന്നോ അല്ലെങ്കിൽ 100 കൊടുക്കാൻ പറ്റുന്ന പടമാണെന്നോ ഒരു ഇതിൽ എനിക്ക് അദ്ദേഹത്തിന് ഭൂതകാലം ബ്രഹ്മയുഗമായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ ഭൂതകാലം ഫാർ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം ഇങ്ങനത്തെ ഒരു പാറ്റേണിൽ ഭൂതകാലമാണ് എന്നെ കൂടുതൽ ഇംപ്രസീവ് ആക്കിയതും കൂടുതലും ഇത് ചെയ്തതും. ആ ഒരു പാറ്റേൺ തന്നെ വീണ്ടും വന്നു കഴിയുമ്പോൾ ആ ഒരു ഭൂതകാലത്തിൻ്റെ ഇമ്പാക്ട് ഇതിൽ വന്നില്ല. അതൊന്നാമത്. രണ്ടാമത്തെ കാര്യം, അപ്പോൾ ഈ പടം അങ്ങനത്തെ ഒരു പടമാണ്, സ്ലോ സ്പേസ് ആയിട്ടുള്ള പടമാണ്. അപ്പോൾ അങ്ങനത്തേക്കുള്ള കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. മറിച്ച് നിങ്ങളൊരു ഹൊറർ എൻ്റർടൈൻമെൻറ്റ്, അതായത് അരമനെ പോലത്തെ ഒരു പടമോ അല്ലെങ്കിൽ മലയാളത്തിൽ ഏതാ പറയുക ജില്ലായിട്ടിരിക്കുന്ന ഒരു പടം അല്ല ഇത്. നിങ്ങളത് ഒന്നാമതായി മനസ്സിലാക്കുക. ഈ ഇത്രയും വലിയ ഹൈപ്പ് ഓൺലൈൻ മീഡിയസിലെ കൂടും പടം ഗംഭീരം മറ്റ് ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. ജസ്റ്റ് ഒരു കാം മൈൻഡിൽ പോയി കാണാം. ഒരു ഹൊറർ മൂവിയാണ് കാണാൻ പോകുന്നത് എന്നുള്ള മൈൻഡിൽ പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഗുഡ്, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പടം തിയേറ്ററിൽ പോയി കാണാം. പിന്നെ ഈ പടം തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു പടമാണ്. ഒരിക്കലും 4-5 സ്ക്രീനിൽ കണ്ടിട്ട് ഒരു കാര്യം ഉണ്ടാകുന്നില്ല. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ തന്നെയാണ്. പക്ഷേ ഈ ഒരു സ്ലോ സ്പേസ് മനസ്സിൽ കണ്ടുകൊണ്ട് ഇങ്ങനെയാണ് പടം പോകുന്നതെന്ന് മനസ്സിൽ ഉറപ്പാക്കിക്കൊണ്ട് പോവുക. സോ യു വിൽ ലൈക്ക് ദ മൂവി. അങ്ങനെ നിങ്ങൾ ഉദ്ദേശിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പടം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ, ടാറ്റാ.